സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, നമ്മുടെ ഇറ്റ്സ് കാറ്റഗറീസ്, ഇറ്റ്സ് കോസ്, ഇറ്റ്സ് എഫക്ട്സ്, ഓരോ നമ്മുടെ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഇതാണ് ഈ കാണിക്കുന്നത്. ഈ പിക്ചറിൽ കാണിക്കുന്നത് ഓരോ സൊസൈറ്റി സെർവൻസ് എവിടെയാണ്, ഫാമേഴ്സും പെസൻസും എവിടെയാണ്, അങ്ങനെ ഓരോ ക്ലാസ്സിനെയും ഓരോ ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്തതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റീസ് എത്ര വിധം അല്ലെ? ആദ്യം നമുക്ക് നോക്കാം എത്ര വിധമാണ്. ആദ്യം കാസ്റ്റ് ഇൻഇക്വാലിറ്റി, ദെൻ class inequality, gender inequality, and region inequality. These are the types of inequalities. First, we can discuss about the caste inequality. Caste inequality ഷേട്ടിന് കാണാൻ പറ്റും ശൂദ്ര, വൈശ്യ, ക്ഷത്രിയ, ബ്രാഹ്മിൻ. ഇതാണ് കാസ്റ്റ് സിസ്റ്റം. ഈ കാസ്റ്റില് എവിടെ ശൂദ്രാസ് എവിടെയാണ്, വൈശ്യാസ് എവിടെയാണ്, ക്ഷത്രിയാസ് എവിടെയാണ്, ബ്രാഹ്മിൻസ് എവിടെയാണ്. കൂടുതൽ ലെവലിൽ നിൽക്കുന്നത് ആരാണ്? ബ്രാഹ്മിൻസ് ആണ്. അതിനുശേഷം ക്ഷത്രിയ, അതിനുശേഷം വൈശ്യ, അതിനുശേഷം ശൂദ്ര. ഏറ്റവും ലോവറിൽ നിൽക്കുന്നത് ശൂദ്രാസ് ആണ്. അതാണ് കാസ്റ്റ് ഇൻഇക്വാലിറ്റി. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളാണ് കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത്. അതാണ് ഓരോ ലെവലാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് സൊസൈറ്റിയിൽ അവരുടെ നിലവാരം നിൽക്കുന്നത്. Then next, class inequality. Class inequality can lead to inequalities between social classes based on wealth, income and related factors. Class inequality എങ്ങനെ വരുന്നത്? ഓരോരുത്തരെയും വെൽത്തും ഇൻകവും അതുപോലെ തന്നെ ഇതിനൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണ് ക്ലാസ് ഇനീക്വാലിറ്റി വരുന്നത്. അതായത് അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ലോവർ ക്ലാസ്സിലുള്ളവർ തീരെ സാമ്പത്തികമായിട്ട് ഭയങ്കര പിന്നോക്കമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടാണ് അവർ ലോ ക്ലാസ്. മിഡിൽ ക്ലാസ്, ആവറേജ്, അപ്പർ ക്ലാസ് ആകുമ്പോൾ ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തതാണ് ക്ലാസ് ഇനീക്വാലിറ്റി. നെക്സ്റ്റ്, ജെൻഡർ ഇനീക്വാലിറ്റി. ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ സെക്സ് ആൻഡ് ജെൻഡർ ബേസ്ഡ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ കാർഡ് സെക്സിസം ആർ മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടു സോഷ്യൽ ഇൻഇക്വാലിറ്റി. അല്ലെ, ജെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ഇനീക്വാലിറ്റീസ് വരുന്നത്. അവിടെ സെക്സ് ആൻഡ് ജെൻഡർ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ, പുരുഷ, ട്രാൻസ്ജെൻഡറുകൾക്ക് ഇടയിലുള്ള അനാരോഗ്യകരമായ അസമത്വത്തെയാണ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ, പുരുഷ, ട്രാൻസ്ജെൻഡറുകൾക്ക് ഇടയിലുള്ള അനാരോഗ്യകരമായ അസമത്വത്തെയാണ് ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഓരോ ആളുകൾക്കും, അതായത് സ്ത്രീകൾ ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും, അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ട്രാൻസ്ജെൻഡറുകൾ. ഇവർക്ക് ഇടയിലുള്ള ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവരുടെ ആരോഗ്യപരമായിട്ട് വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രം, അവരുടെ തൊഴിൽ, എല്ലാ മേഖലകളിലും ഉള്ള വ്യത്യാസങ്ങളെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ റോൾസ്, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അൺപെയ്ഡ് വർക്ക്, വയലൻസ്, പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഹെൽത്ത്, ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന, അതായത് സ്ത്രീ, പുരുഷ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറുകൾക്ക് ഉണ്ടാവുന്ന അസമത്വങ്ങളെയാണ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. Then region inequality. Regional inequality refers to the differences in the quality of life, wealth and living standards of people in different regions or areas of the country. പല ഏരിയാസിലോ റീജിയൻസിലോ കൺട്രീസിലോ ഒക്കെ ഉള്ള ആളുകൾ തമ്മിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ വെൽത്ത്, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അവരുടെ ക്വാളിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് റീജിയണൽ ഇനീക്വാളിറ്റി ഉണ്ടാവുന്നത്. It can be reflected in the contrast between urban and rural areas or between different geographical regions. അതായത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ഓർ ബിറ്റ്വീൻ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ റീജിയൻസ്. ഓരോ റീജിയൻസിൽ തമ്മിലുള്ള അതായത് അവരുടെ വെൽത്തും അവരുടെ ലൈഫിന്റെ ക്വാളിറ്റീസും അവരുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാവുന്ന വ്യത്യസ്തതകളെയാണ് റീജിയണൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. Some indicators of regional inequalities include per capita income, net domestic period, NSDP, investment, proportion of the population living below the poverty line, percentage of the urban population, percentage of the population engaged in agriculture, is engaged in industries, infrastructural development. ഇതൊക്കെയാണ് അതിനുള്ള indicators of regional inequalities. Then next, education for marginalized groups such as Dalits, tribals and women. Who are Dalits? Dalits ആരാണ്? അതായത് SC കാറ്റഗറി, നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ്. Are those castes in country that suffer from extreme social, educational and economic backwardness arising out of age-old practice of untouchability.
അതായത് സൊസൈറ്റിയിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവരാണ് ദളിറ്റ്സ്. അവരെയാണ് നമ്മൾ അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നല്ലേ, തൊട്ടുകൂടായ്മ ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവരാണ് ദളിറ്റ്സ് എന്ന് പറയുന്നത്. അവർ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ്. അവർ എഡ്യൂക്കേഷണലും എക്കണോമിക്കും എന്ത് പരമായിട്ടും അവരെന്ത് ബാക്ക്വേർഡ് നിൽക്കുന്ന കാറ്റഗറീസ് ആണ്. They need special consideration for safeguarding their interest and for their accelerated socio-economic development. അവരുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തിനാ അവർക്ക് ഒരുപാട് സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. These communities were notified as scheduled caste as per provisions contained in clause 1 of Article 341 of the Constitution. അവർക്ക് പ്രത്യേകിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 347. എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആസ് per provisions contained in clause 1 of Article 341 of the Constitution. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അവർക്ക് ഒരു ഇംപ്രൂവ്മെന്റ് കൊടുക്കാനും അവരുടെ സൊസൈറ്റിയിൽ കൺസിഡർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 341. എലിമിനേഷൻ ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ. സോഷ്യൽ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഈ സോഷ്യൽ ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസ് എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ വേണം? ഇൻവെസ്റ്റിംഗ് ഇൻ എഡ്യൂക്കേഷൻ, അഡ്രസ്സിംഗ് ദ റൂട്ട് കോസസ്, removing barriers, educating the community, reforming the tax system, reducing segregation. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യൽ ഇൻഇക്വാലിറ്റീസിലുള്ള എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. എങ്ങനെയൊക്കെയാ കഴിയുക? ഇൻവെസ്റ്റിംഗ് ഇൻ എഡ്യൂക്കേഷൻ, അഡ്രസ്സിംഗ് ദ റൂട്ട് കോസസ്, റിമൂവിംഗ് ബാരിയേഴ്സ്, എഡ്യൂക്കേറ്റിംഗ് ദ കമ്മ്യൂണിറ്റി, റിഫോമിംഗ് ദ ടാക്സ് സിസ്റ്റം, റെഡ്യൂസിംഗ് സെഗ്രിഗേഷൻ. ദ നെക്സ്റ്റ് പോയിന്റ്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദളിറ്റ്സ്. ദളിറ്റ്സ് ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിമിനേഷൻ എന്തായാലും അവർ ഫേസ് ചെയ്തിട്ടുണ്ടില്ലേ? അതായത് അൺടച്ചബിലിറ്റി, അവർ സൊസൈറ്റിയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ കണ്ടിരുന്ന ആളുകളാണ്. അവർക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല, പൊതുവായിട്ടുള്ള സ്ഥലത്തിൽ പോകാൻ പാടില്ല, പൊതുവായിട്ടുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനത്തെ ഒക്കെ ഫേസ് ചെയ്തിരുന്ന ആളുകളാണ് ദളിറ്റ്സ്. അതാണ് ഡിസ്ക്രിമിനേഷൻ. ലാക്ക് ഓഫ് ആക്സസ് ടു ക്വാളിറ്റി സ്കൂൾസ്, high dropout rates, biases from teachers, restrictions on occupations, lack of cultural, social and economic capital, stigma of negative cultural capital, suicides, lack of support from supervisors, lack of cultural, social and economic capital, stigma of negative cultural capital. ഇതൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദളിറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഇവർക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 46, സ്റ്റേറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊമോട്ട് ദ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി SC and ST and protect them from social injustice and exploitation. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 46 അവർക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 330, 332, 335, 338 to 342 അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. These articles, along with the 5th and 6th schedules of the Constitution, deal with the special provisions of implementing Article 46. The next, measures taken for giving education for Dalits. അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷനിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. Reservation for the members of the scheduled caste and tribes in different spheres of public life. This includes reservation of seats in the state and central legislatures. അവർക്ക് അവരുടേതായ ഒരു സീറ്റ് അവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ടാകും. SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവർക്കൊരു നിശ്ചിത മാർക്ക് വെച്ചിട്ട് അവർക്ക് എന്ത് റിസർവേഷൻസ് അവർക്ക് കൊടുക്കും. Caste Disabilities Removal Act of 1850 disallowed the curtailment of rights of citizens due solely to change of religion or caste. The Constitution abolished untouchability. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തത് ആർട്ടിക്കിൾ 17. Article 15 of the Constitution notes that no citizen of India shall be discriminated against on the basis of religion, race, caste, sex or place of birth. Article 15 എന്താ പറയുന്നത്? ഒരു സിറ്റിസണും എങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല? ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. നാഷണൽ കമ്മീഷൻ ഓഫ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് NCSC and National Commission for Scheduled Tribes NCST was set up to investigate and monitor all matters related to safeguarding the provisions for SC ST under the Constitution and evaluating the working of those
സേഫ് ഗാർഡ്സ്. SC ST കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഓരോ കമ്മീഷൻസും അതുപോലെ തന്നെ ഒക്കെ അവരെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നു. The 1989 Prevention of Atrocities Act revised the strengthened the legal provisions punishing acts of violence or humiliation against Dalit and ആദിവാസീസും ദളിറ്റ്സിനും ഒക്കെ അവരെ വയലൻസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള പണിഷിംഗ് പ്രൊവിഷൻസ് ഒക്കെ ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ കൊണ്ടുവന്നു. Who are tribals? ആരാണ് ട്രൈബൽസ്? നമ്മളിപ്പോ ദളിറ്റ്സ് പറഞ്ഞു. Then next tribals. Tribals in India had been called hill tribes, backward tribes and depressed classes. അവരാണ് hill tribes. അവർ പറയുന്ന പേരാണ് hill tribes. അതുപോലെ തന്നെ backward tribes and depressed class. They generally speak in their own dialect, observe their own political and cultural patterns. They are very poor, illiterate and have no assets. Adivasis are believed to be the original peoples. ആരാണ് ട്രൈബൽസ്? ഈ ഹിൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് ക്ലാസ്സിനെയാണ് നമ്മൾ ട്രൈബൽസ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായ രീതികളുണ്ട്, അവരുടേതായ കൾച്ചറൽ പാറ്റേൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, എല്ലാം അവർക്ക് അവരുടേതായ ഡയലക്റ്റുകൾ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. വെരി പുവർ ആണ്, ഇല്ലിറ്ററേറ്റ് ആണ്, അവർക്കൊരു അസറ്റ്സും അവർക്കില്ല. ആദിവാസീസ് ആണ്, അവരാണ് ശരിക്കും അവര് ബിലീവ് ചെയ്യുന്നത് എന്താണ്? ടു ബി ദ ഒറിജിനൽ പീപ്പിൾ. ആദിവാസീസ് ആർ ബിലീവ്ഡ് ഇൻ to be the original people. Issues regarding tribal education: language barriers, poverty, poor school infrastructure, teacher absenteeism, teacher-student ratios, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ്. ഈ കാര്യങ്ങളൊക്കെയാണ് അവരെ എഡ്യൂക്കേഷനിൽ അവര് പിന്നോക്കം നിൽക്കാനുള്ള ഇഷ്യൂസ്. മെഷേഴ്സ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ട്രൈബൽ ചിൽഡ്രൻ: ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ, residential schools, non-formal education, encourage local talent, provide extra tuition, health camp, vocational training, promote self-help groups, promote tribal culture, promote tribal sport. ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. Then next, need and importance of women education. വുമൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള നീഡും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. എക്കണോമിക് ആൻഡ് പ്രോസ്പെറിറ്റി, എക്കണോമിക് എംപവർമെന്റ്, ഇംപ്രൂവ്ഡ് ലൈഫ്, improved health, dignity and health, justice, child marriage and sati practiced in some parts of India, economic backwardness, social backwardness, lack of facilities, lack of proper curriculum. ഇതുകൊണ്ടൊക്കെയാണ് വുമൻസിന് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വുമൻസ് എഡ്യൂക്കേഷന്റെ എന്തൊക്കെയാണ് പറയുന്നത്. Then next, thank you.